എന്നെ ഓർക്കും. അപ്രകാരം ജഗൽ ഗുരോ ചിന്തയതി നജാപരം ദദർശകേ ദേഹോ ഹതകൽമഷസതി സദ്യ പ്രജ്വാല സമാധിജാഗ്നിന തൽപശ്യതം കേ ഭുവി ചാത്ഭുതം മഹൽ ആഹാ ഇതി വാദസമോ സുമഹാനയായ ധ്യായത ഹന്തപ്രിയാ ദേവമദസ്യ ദേവി ജഹാവസുൻ കേന സതി പ്രകോപിത. എല്ലാവരും ഹാ ഹാ എന്തൊരു കഷ്ടം, പരമശിവന്റെ പത്നിയാണല്ലോ കത്തി ജ്വലിക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് പരമശിവന്റെ പത്നിക്ക് ഇങ്ങനെ ഒരു യോഗം വന്നുവല്ലോ, ഈ ദക്ഷൻ കാരണം ആ പുത്രിയുടെ ശരീരം പോയല്ലോ. അഹോ അനാത്മ്യം മഹദസ്യ പശ്യത പ്രജാപതേ യസ്യ ജരാചരം വ്രജ ജഹാവസുൻ യൽ വിമദാത്മജാ സതി മനസ്സിനി മാനവഭീഷണമർഹതി. കാണൂ, എന്തൊരു അനാത്മ്യം, എന്തൊരു ഒരു ക്രൂരതയാണ് ആ ദക്ഷൻ കാണിച്ചിരിക്കുന്നത്. പ്രജാപതി, ഈ പ്രജാപതിയായിരിക്കുന്ന ദക്ഷൻ എന്തൊരു അപമാനമാണ് ആ കുട്ടിക്ക് ചെയ്തിരിക്കുന്നത്. ഭാവം ജഹാവസുൻ യൽ വിമദാത്മജാ സതി, അപമാനം കൊണ്ട് ആ കുട്ടി തൻ്റെ പ്രാണൻ കളഞ്ഞുവല്ലോ എന്നെല്ലാം അവരിങ്ങനെ പറഞ്ഞ് ആ ദേവിയുടെ ശരീരം പോയതുള്ള ദുഃഖങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം കോപിതരായി പെട്ടെന്ന് ഭഗവാന്റെ പാർഷദന്മാർ, എന്താ ഈ കാണുന്നത്, ഭഗവാന്റെ പത്നിക്ക് ഇങ്ങനെ നാശം വരെ ഈ ദക്ഷൻ കാരണം. ദക്ഷനോടുള്ള ദേഷ്യം കൊണ്ട് അവർ ചാടി പുറപ്പെട്ടു, തല്ലി തകർക്കാൻ തുടങ്ങി. ദക്ഷം തൽ പാർഷദാഹന്തം ഉദതിഷ്ഠന്നുദായുധ തേഷാമാപതതാം വേഗം നിശാമ്യ ഭഗവാൻ ഭൃഗു യജ്ഞേന ജഷാ ദക്ഷിണാഗ്നോ ജവാഹ. ഉടനെ തന്നെ ഭൃഗു മഹർഷി യാഗം ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് ദേവന്മാരെ വരുത്തി എന്നാണ്. എന്നിട്ട് ഈ യാഗശാല തകരിപ്പണമാക്കുന്ന ഭഗവാന്റെ പാർഷദന്മാരെയെല്ലാം അടിച്ചോടിച്ചു എന്നാണ്. അവരെല്ലാം പരാജിതരായിട്ട് തിരിഞ്ഞോടുകയാണ്. ഭഗവാൻ പരമശിവൻ എല്ലാം അറിഞ്ഞിട്ടും അറിയാത്തവനെപ്പോലെ കൈലാസത്തിലിരിക്കണം. അപ്പോഴാണ് അങ്ങോട്ട് കയറി ചെല്ലണോ, നാരായണ നാരായണ. ഇദ്ദേഹമാണല്ലോ എപ്പോഴും ഒന്ന് കൂട്ടിക്കടിപ്പിക്കുക. അവിടെ ചെല്ലണോ. ആ സമയത്ത് നാരദമഹർഷി ചോദിച്ചു, ഭഗവാൻ നമസ്കരിച്ചു. പറയൂ മഹർഷി, എന്തൊക്കെയാ വിശേഷം? അല്ല, അവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞില്ലേ? എന്താവോ മഹർഷി പ്രത്യേകിച്ചൊരു വിശേഷം? അല്ല, സതീദേവി പോയിരിക്കുകയാണ് യാഗത്തിന് എന്ന്, അത്രയേ ഉണ്ടായുള്ളൂ. എല്ലാം അറിയുന്ന പരമശിവ എന്നെ എങ്ങനെ പരിഹസിക്കരുതേ, പരീക്ഷിക്കരുത്. പിന്നെ ദേവി അവിടെ നിന്നും പോയിട്ടില്ലേ ഭഗവാനെ? എങ്ങോട്ട് പോയി? ഉണ്ടായ സംഭവങ്ങളൊക്കെ നാരദ മഹർഷിയോട് വർണ്ണിച്ചു കൊടുത്തതും ഭവോ ഭവന്യാനിധനം പ്രജാപതേ അസത്കൃതായ അവഗമ്യ നാരദൽ സപാഷത സൈന്യതദ്ധരിൽ ഭൂയൽ വിദ്രാവിധം ക്രോധമപാരമാധതേ. തൻ്റെ പാർഷദന്മാർക്കുണ്ടായ പരാജയവും തൻ്റെ പത്നിക്കുണ്ടായ ആത്മനാശവും കാണിച്ചിരിക്കുന്ന ദക്ഷന്റെ സ്വഭാവ വിശേഷങ്ങളൊക്കെ നാരദമഹർഷി വർണ്ണിച്ചു കൊടുത്തപ്പം ക്രോധം അപാരദാതേ, തൻ്റെ മനസ്സിൽ അങ്ങോട്ട് ഭയങ്കര ക്രോധത്തെ കാണിച്ചു പരമശിവൻ. ക്രുദ്ധസ്വരഷ്ടാം പുടസ്വ ദുർജടേ ജഡാം തടിദ്യുഗ്ന സടോഘൃദോഷിഷം ഉത്കൃത്യ രുദ്ര സഹസോത്തിദോഹസൻ ഗംഭീരനാദോ വിസർജതാം ഭുവി. ഉച്ചത്തിൽ അലറിയെന്നാണ്, ഉഗ്രമായൊരു രൂപത്തെ കാണിച്ചുകൊണ്ട് ക്രുദ്ധസ്വദംഷ്ടോ, ആ ദുർജടി പരമശിവൻ ക്രോധാവേശം കാണിച്ചുകൊണ്ട് തൻ്റെ ജഡ അങ്ങോട്ട് അഴിച്ചു എന്നാണ്. എന്നിട്ട് ആ ജഡയെടുത്തിട്ട് നിലത്തൊരൊറ്റ അടി. അതിൽ നിന്ന് തദോദികായ സനവാസ്പൃശന്തിവം സഹസ്രബാഹൂഗനരുക്തി സൂര്യദൃൽ കരാളദ്രഷ്ടോ ജലദഗ്നിമൂർധജ കപാലമാലി വിവിധോദ്യതായുധ. ഒരു ഭയങ്കര രൂപം, ആകാശമുട്ടുന്ന വിധത്തിലുള്ള ഒരു ഭയങ്കര രൂപം പ്രകടമായി. സൂര്യനെപ്പോലെ കത്തിജ്വലിക്കുന്ന കണ്ണുകളൊക്കെ ആയിട്ട് ഒരു ഉഗ്രരൂപം. ഭഗവാൻ അവന് പേര് കൊടുത്തു, വീരഭദ്രനായിട്ടിരിക്കൂ. ആരാണ്? വീരഭദ്രസ്വാമികൾ. ഉടനെ ആ സ്വാമികൾ ചോദിച്ചു, തം കിം കരോമീതി കൃണന്തമാഹ ബദ്ധാഞ്ജലിം ഭഗവാൻ ഭൂതനാഥ ദക്ഷം സയജ്ഞം ജഹിമദ്ഭടാനം ത്വമഗ്രണീ രുദ്രഭടാംശഗോമി. എന്താവോ ഞാൻ അങ്ങയ്ക്ക് വേണ്ടി സേവനം ചെയ്യേണ്ടത്? പറയൂ ഭഗവാനെ. ഭഗവാൻ പറഞ്ഞു, ദക്ഷം സയജ്ഞം ജഹിമദ്ഭടാനം, എൻ്റെ ഭടന്മാരെ തോൽപ്പിച്ചുവിട്ട സതിയുടെ അപമാനത്തിന് കാരണമായ ദക്ഷൻ്റെ അവൻ്റെ ആളുകളുടെയൊക്കെ ശിരസ്സെടുത്ത് മാറ്റിക്കളയൂ. ഇനി അവൻ ജീവിക്കാൻ ഇട വരുത്തരുത്, പോയിക്കോളൂ. അവിടെ നിന്ന് പോയി. അവിടെ നിന്ന് ഒരു കൊടുങ്കാറ്റ് പോലെ അവരതാ പുറപ്പെടുന്നു, കൊട്ടും വാദ്യവും കുരവിയുമായിട്ട്. അന്നീയമാനസതു രുദ്രപാർഷദൈ വൃശംനദദ്ധിർവനദൽ സുഭൈരവം ഉദ്ദിമ്യശൂലം ജഗദന്തകാന്തകം സപ്രാദ്രവൽ ഘോഷണഭൂഷണം ക്രീം. ഭയങ്കര ആരവത്തോടുകൂടി അവരങ്ങോട്ട് പുറപ്പെട്ടു. എന്നിട്ടോ അവരവിടെ എത്തിച്ചേർന്നു. ആ ഭയങ്കരമായിട്ടുള്ള യാത്ര, അവരുടെ വരവും അലർച്ചയൊക്കെ കേട്ട് പൊടിക്കാറ്റിങ്ങനെ വീശാൻ തുടങ്ങി.
അപ്പോൾ അവരൊക്കെ ചോദിക്കാൻ, എന്താ ഇവിടെ ഇങ്ങനെ പൊടിക്കാറ്റ് വരാൻ? അന്തരീക്ഷത്തിലാണെങ്കിൽ കാറ്റ് കാണുന്നുമില്ല, എന്താ ഇവിടെ നടക്കുന്നത് എന്ന്. ആ സമയത്ത് ആ യാഗശാലയിലേക്ക് അങ്ങോട്ട് കയറിയവർ, കേതിൽ ഭവഞ്ചു പ്രാഗ്വംശം അഗ്നിശാലം തഥാപരേ സദാ ആഗ്നീന്ദ്രശാലം ച തദ്വിരാ വിഹാരം മഹാനസം രുചുചിര്യജ്ഞപാത്രാണി തദൈകേഗ്നീനനാശേൻ കുണ്ടേശമുത്രയൻ കേജിൽ ബിബിവുർവേദി മേഖലാം. ആ യജ്ഞശാല മുഴുവൻ തകർത്ത് തരിപ്പണമാക്കാൻ തുടങ്ങി. ചിലരാണെങ്കിൽ ഓരോന്ന് വലിച്ചിട്ട് കിട്ടുന്നവരേക്ക് അടിക്കാൻ തുടങ്ങി. ഒരുത്തൻ എന്ത് ചെയ്തു വെച്ചാൽ പാർഷദന്മാർ പോയിട്ട് യാഗത്തിന് വെച്ചിരിക്കുന്ന പാത്രങ്ങളൊക്കെ ഹോമകുണ്ടത്തിലേക്ക് എടുത്തു. വേറൊരു പാർഷദൻ പോയിട്ട് മൂത്രം ഒഴിച്ചു. ഇനിയിപ്പോൾ പവിത്രമായാലല്ലേ കുഴപ്പമുള്ളൂ, അതൊക്കെ അപവിത്രമാക്കി വെച്ചു. എന്നിട്ടും ഇങ്ങനെയൊക്കെ ഓരോ അപകടങ്ങൾ ചെയ്തിട്ട് പിന്നെ അവർ ചെയ്തിരിക്കുന്നത്, ഭൃഗും ഭവന്തമണിമാൻ, ഭൃഗുവിനെ കെട്ടിയിട്ടു, വീരഭദ്ര പ്രജാപതിയെ കെട്ടിയിട്ടു, അതായത് ദക്ഷനെ കെട്ടിയിട്ടു, ചണ്ഡീശ പൂഷണെ കെട്ടിയിട്ടു, ഭഗം നന്ദീശ്വരോ ഭഗനെ കെട്ടിയിട്ടു. ഇപ്രകാരം ഓരോരുത്തരെയും കെട്ടിയിട്ടതിന് ശേഷം ജുഃഖതസൃഹസ്തസ്യാസുഷുണേ ഭഗവാൻ ഭവ ഭൃഗുല്ലുലുഞ്ചേ സദസൈ യോഗസൽ മത്സുദർശൻ. ശ്രദ്ധിച്ചോളൂ കേട്ടോ. പണ്ട് ശിവനെ നിന്ദിക്കുന്ന സമയത്ത് അന്ന് ഇവരൊക്കെ, പണ്ട് കാലത്തുള്ള യാഗമുണ്ടല്ലോ, അന്ന് ഇവരൊക്കെ ദക്ഷന് കൂട്ടുനിന്നിട്ട് പരിഹസിച്ചിരുന്നു അത്രേ. അത് നന്ദീശ്വര സ്വാമി പ്രത്യേകം പറഞ്ഞു കൊടുത്തു. ഈ ചങ്ങാതിണ്ടല്ലോ താടി കുലുക്കി ചിരിച്ചു വന്ന് അപ്പം പിടിച്ചു പറിച്ചു താടി, എന്നിട്ട് ദർഭപ്പുല്ല് കരിക്കുന്ന പോലെ ഇടുന്നത്. ആ താടി മുഴുവൻ എങ്ങനെയോ പറിച്ചെടുത്തു എന്നറിയില്ല. പിന്നെയോ അയാളുടെ പിടിച്ചു പറിച്ചെടുത്തു. പിന്നെ വേറൊരുത്തനാണെങ്കിലോ ഭഗസ്യ നേത്രേ, ഭഗന്റെ നേത്രം ഇവൻ കണ്ണുകൊണ്ട് കാണിച്ചിട്ടാണത്രേ. പാതിതസ്യ രുഷാഭുവി ഉച്ചഹാരതസ്തഷ്ണ യശന്തം അസൂചയൽ പുഷ്ണശ്ച പാതയിൽ ദന്താൻ. പാവം പുഷ്ണന്റെ 2 സെറ്റ് പല്ല് അഴിച്ചെടുത്തു. അവർ പല്ല് കാണിച്ചിട്ട് അയാൾക്ക് പല്ല് അധികം 2 അധികം ഉണ്ടോ തോന്നണോ. ഏതായാലും അങ്ങനെ അയാളുടേത് കഴിച്ചു. ഇങ്ങനെ ഓരോരുത്തരുടെയും കഴിഞ്ഞതിന് ശേഷം അക്രമ്യോരസ്യ ദക്ഷസ്യ ചിതധാരേണ ഹേതിന ചിന്തന്നവിദദ്ധർത്തും നാശക്നോ ത്രംബകം സ്ഥതാ. ഈ ദക്ഷന്റെ തലയെടുക്കാൻ നോക്കിയപ്പം എങ്ങനെയൊക്കെ മുറിച്ചു നോക്കിയിട്ടും വരുന്നില്ലേ അത്രേ. അവസാനം എന്ത് ചെയ്തത്രേ, ദൃഷ്ടാ സ്വപ്നേവനം യോഗം പശൂനം സമതിർമഖേ യജമാന പശോ കസ്യ കായാത്തേന്നാഹരശ്ചിരാം. എങ്ങനെയാണത്രേ വേർപെടുത്തുന്നത്? ഈ സാധാരണ യജ്ഞപശുവിനെ ശ്വാസം, ഈ ആടുകളെയൊക്കെ പണ്ട് കാലത്ത് ഇങ്ങനത്തെ ഘോരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത്രേ ഭാരതത്തിൽ. ഈ യാഗം സമയത്ത് ശ്വാസം മുട്ടിച്ച് അതിനെ ശരിയാക്കും അത്രേ. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ തല തിരിച്ചെടുത്തു എന്നാണ്. കായാത്തേന ഹരസ്ഥിര എന്നാണ്, ഉടലിൽ നിന്ന് ഇങ്ങനെ തിരിച്ചു വേർപ്പെടുത്തി എന്നാണ്. ഏതായാലും അങ്ങനെ ദക്ഷനെ എടുത്തു എന്നാണ്. അപ്പം ഇവിടെ ഒരു ചോദ്യമുണ്ട്. അതായത് അന്ന് പരിഹസിച്ചതിന് ഇന്ന് ഇവർക്കൊക്കെ ശിക്ഷ കിട്ടുന്നത്. ചിലപ്പോൾ ഉണ്ടല്ലോ നമുക്കൊരു ചോദ്യം വരാറുണ്ട് നമ്മുടെയൊക്കെ മനസ്സിൽ. അതായത് ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുന്നു, അല്ലെങ്കിൽ ഒരു ബോംബ് സ്ഫോടനം, അല്ലെങ്കിൽ ഒരു ഭൂകമ്പം. ഇതിലൊക്കെ കുറേ ആളുകൾ ഒന്നിച്ചു മരിക്കുക. ഇപ്പോൾ ഒരു ബസ് ആക്സിഡൻറ്റിൽ 10-16 പേര് ഒന്നിച്ചു മരിക്കുക. ഇവരുടെയൊക്കെ കർമ്മത്തിൽ എല്ലാവർക്കും വ്യത്യസ്ത സ്ഥലത്തു നിന്ന് വന്ന ആളുകൾക്കൊക്കെ ഒരേ ദിവസം ഇങ്ങനെ മരിക്കേണ്ടതായിട്ടുള്ളൊരു യോഗം ഉണ്ടാവുമോ? ഒരു ചോദ്യമാണത്. ഒന്നിച്ചു മരിക്കുക. കണ്ടിട്ടില്ലേ ബോംബ് സ്ഫോടനത്തിലൊക്കെ കുറേ ആളുകൾ ഇപ്പം ബോംബെയിലൊക്കെ കണ്ടില്ലേ 10-50 പേരെ നിരത്തിയിരുത്തി വെടിവെച്ച് കൊല്ലണതൊക്കെ. ഇവർക്കൊക്കെ ഒന്നിച്ചു മരിക്കാനുള്ള ഒരു നിയോഗം അതെന്തുകൊണ്ടായിരിക്കാം? ഇവിടെയൊക്കെ നമ്മൾ കാണേണ്ടത് എവിടെയോ ഓരോരുത്തർ ചെയ്യുന്ന പ്രവൃത്തിയിൽ നമുക്കും ചില ബന്ധങ്ങളുണ്ടായിരിക്കാം. അപ്പോൾ അവരനുഭവിക്കുന്നതിലൂടെ നമ്മളും അത് അനുഭവിക്കേണ്ടതായിട്ട് വരാം. ഒരു ഉദാഹരണം എളുപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഒരു നോൺ വെജ് കഴിക്കുന്നവർക്ക് ഇത് വേഗം മനസ്സിലാവും. ഒരു നോൺ വെജ് കഴിക്കുന്ന ആൾ, ആടിൻ്റെ മാംസം കഴിക്കുന്ന ആൾ, കൊല്ലുന്നതൊരാളാണെങ്കിലും അതിൻ്റെ മാംസം പലരുമാണ് മേടിക്കുക, അല്ലേ? അപ്പം അയാൾ കൊല്ലുന്നതിൻ്റെ വേദന ആ മൃഗം അനുഭവിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പം അതിൻ്റെ മാംസം വാങ്ങിക്കുന്നവർക്കും അതിൻ്റെ ഒരു പെർസെൻറ്റേജ് ഉണ്ടാവില്ലയോ? അപ്പോൾ നോക്കൂ, ഒരാളാണ് ചെയ്യുന്നതെങ്കിലും അതിൻ്റെ പങ്കാളികളാവുമ്പോൾ ആ വേദന അനുഭവിക്കാൻ അവരും കൂടെ തയ്യാറാവണമെങ്കിൽ എത്രയോ ആളുകൾ ഒന്നിച്ച് ഒരു വേദന അനുഭവിക്കേണ്ടതായ സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. മനസ്സിലാവുണ്ടോ? അങ്ങനെ നമ്മൾ എവിടേക്കോ ഏതൊക്കെയോ ജന്മങ്ങളിൽ ഒരു കൂട്ടായ്മയിലൂടെ ചില വേദനകളൊക്കെ കൊടുത്തത് മറ്റൊരു സന്ദർഭത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വന്നേക്കാം. അതുകൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ ഇവിടെ വന്നിരിക്കുന്നത് പ്രിയാണ്. പക്ഷെ ഒന്നുറപ്പാണ്, നാം ചെയ്തു വച്ചതേ
നമുക്ക് വരികയുള്ളൂ. ഇവരെ ചെയ്തതുകൊണ്ടാണല്ലോ ഇവർ തെരഞ്ഞുപിടിച്ച് കൊടുത്തത്. കർമ്മങ്ങൾക്കെല്ലാം കർമ്മഫലങ്ങൾ തിരിച്ചു വരണം. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിക്കുന്നേ വരുള്ളൂ. നിവൃത്തിയില്ല, എന്ന് മാറി നിൽക്കാൻ പറ്റില്ല. ഏതായാലും അപ്രകാരമൊക്കെ ചെയ്ത് അവസാനം ഈ ദേവന്മാരെല്ലാം കൂട്ടമായിട്ട് ഓടുകയാണ്. കാരണം എല്ലാവരും തല പിടിച്ചിട്ടാണ് ഓടുന്നത്. ഇവിടെ തലതിരിക്കുന്ന പാർട്ടിയാണ് വന്നിരിക്കുന്നത്. എല്ലാവരും കൂട്ട ഓട്ടം. എങ്ങോട്ടാ ഓടുന്നത്? ഉപലഭ്യ പുരേ വേദൽ ഭഗവാൻ അബ്ജ സംഭവ നാരായണസ്യ വിശ്വാത്മാ ന കസ്യാധ്വരമീയതു. യാഗത്തിന് വരാത്ത 2 പേരുണ്ടായിരുന്നു, ബ്രഹ്മാവും വിഷ്ണു. എല്ലാവരും ബ്രഹ്മാവിൻ്റെ അടുത്തേക്കാണ് ഓടി വന്നത്. ബ്രഹ്മാവ് നോക്കുമ്പോൾ ഇവരൊക്കെ ശബരിമലയ്ക്ക് പോകുന്ന ആൾക്കാരെ പോലെയാണ് വരുന്നത്, തലയും പിടിച്ചിട്ട്. അഥാഭിയൂയം കൃതകിൽബിഷോഭവം യേ ബർഹിഷോ ഭാഗഭാജം വരാതു പ്രസാദയദ്വം പരിശുദ്ധചേതസ ക്ഷിപ്രപ്രസാദം പ്രേക്ഷ്യതാംഗ്രിപത്മം. ബ്രഹ്മാവ് കണ്ടപ്പോൾ ചോദിച്ചു, നാണമില്ലല്ലോ നിങ്ങൾക്ക് ദേവന്മാരെ? ഇത്തിരി നാണോ മാനമൊക്കെ വേണം. ഞങ്ങൾ 2 പേരും 3 പേരും ഇല്ലെങ്കിൽ ആ സ്ഥലത്തൊന്നും വായും പൊളിച്ച് നോക്കി നിൽക്കരുത്. ഇത് ഞങ്ങൾ 3 പേരും ഇല്ലാതിരുന്നിട്ട് അവിടെ വായും പൊളിച്ചിരുന്നിരിക്കണം. എന്നിട്ട് ഇതൊക്കെ അനുഭവിച്ചോളൂ. ഒരു കാര്യം ചെയ്യൂ, ഇനി ഇത് രക്ഷപ്പെടാൻ ഒറ്റ വഴിയുള്ളൂ. പ്രസാദയദ്വം പരിശുദ്ധചേതസാം ക്ഷിപ്രപ്രസാദം പ്രഗിഹ്രാം കൃപത്മം. ആ പരമശിവൻ്റെ മനസ്സിനെ സന്തോഷിപ്പിക്കാൻ നല്ല മനസ്സോടുകൂടി ചെന്നോളൂ എന്ന്, അതിനി വഴിയുള്ളൂ എന്ന്. അങ്ങനെ പറഞ്ഞപ്പോൾ ബ്രഹ്മാവിനും അവർ പറയാൻ ഞാൻ അങ്ങ് മുന്നിൽ നടക്കുമെന്ന്. കാരണം ദേഷ്യപ്പെട്ടാലും ഇങ്ങോരല്ലേ പോവുള്ളൂ, ഇങ്ങോരുണ്ടല്ലോ ഒരു സമാധാനം. അങ്ങനെ ബ്രഹ്മാവിൻ്റെ നേതൃത്വത്തിൽ എല്ലാവരും കൂടെ ചേർന്ന് കെട്ടും കെട്ടി ശബരിമലയ്ക്കല്ല, കൈലാസത്തിലേക്ക് ദേവന്മാരെല്ലാവരും കൂടെ കൈലാസത്തിലേക്ക് പുറപ്പെട്ടു. ഭാഗവതത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ ഒരു കൈലാസവർണ്ണനുണ്ട്. വാസ്തവം പറഞ്ഞാൽ ഇത് കൈലാസമാണെന്ന് നമുക്ക് തോന്നില്ല. കൈലാസത്തിൽ പോയിട്ടവർക്ക് അതൊരിക്കലും ഈ രീതിയിൽ പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം അവിടെ പ്ലാവുണ്ട്, അത്രേ മാവുണ്ട്, വാഴുണ്ട്. എനിക്ക് തോന്നുന്നു കേരളമാണോ സംശയമുണ്ട്. എറണാകുളത്തപ്പനെ കണ്ടിട്ടാണോ ഒരു പക്ഷേ വ്യാസഭഗവാനെ എഴുതിയതെന്ന് സംശയമുണ്ട്. കാരണം ഇതൊക്കെ അവിടെയൊന്നും കൈലാസത്തിലൊരു മരം പോലും ഇല്ല. എന്നിട്ട് അവിടുത്തെ വർണ്ണന നോക്കൂ. നാനാമണിമയേ ശൃംഗേ നാനാധാതു വിചിത്രിതൈ നാനാദ്രുമലതാ ഗുൽമേ നാനാ മൃഗഗണാവൃതൈ നാനാമലപ്രസ്രവണൈ നാനാ കന്ദരസാനുഭീ രമണം വിഹരന്തീനാം രമണൈ സിദ്ധയോഷിതം മയൂരകേകാഭിരൂധം മദാന്താളി വിമൂർച്ഛിതം പ്ലാവിതൈ രക്തകണ്ഠാനം കൂജിതൈശ്ച പദത്രിണം. ഇങ്ങനെ ഒരു വർണ്ണന. വാസ്തവത്തിൽ മയൂരങ്ങൾ, മയിലുകൾ, കുയിലുകൾ ഇതൊക്കെ അവിടെ ഉണ്ടത്രേ. ഏതായാലും അങ്ങനെയൊക്കെയുള്ള ആ സ്ഥലത്ത്, അതിമനോഹരമായിരിക്കുന്ന പ്രകൃതി ഭംഗിയിരിക്കുന്ന സ്ഥലത്ത് നോക്കൂ. പനസോദംബര അശ്വത്ഥ പ്ലക്ഷ നിഗ്രോധഹം ഭുവി ഭൂജേരോഷധിപിപ്പൂകെ രാജഭൂകൈശ്ച ജംബുവി. രാജഭൂകം എന്നൊക്കെ പറഞ്ഞാലല്ലോ കഴുങ്ങിനെയാ പറയാ, കവുങ്ങുണ്ടല്ലോ. ഇതൊക്കെ കൈലാസത്തിലോ? ഇത് കേരളത്തിലല്ലാതെ എവിടെ ഉണ്ടാവുക? കർണാടകയിൽ ഈ സൗത്ത് ഭാഗങ്ങളിലാണ് ഇതൊക്കെ ഉള്ളത്. അപ്പം അങ്ങനെയൊക്കെയുള്ള സ്ഥലമായിട്ടാണ് ഇവിടെ പനസം എന്ന് പറഞ്ഞാൽ പ്ലാവ് മരം എന്നാണ് അർത്ഥം. പ്ലാവൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. ഏതായാലും അങ്ങനെയുള്ളൊരു കദളി ഷണ്ട സമൃദ്ധ പോരെ വാഴയൊക്കെ ഉണ്ടത്രേ. എവിടെയോ വേദവ്യാസ മഹർഷി കേരളത്തിൽ എവിടെയോ കറങ്ങിയിട്ടുണ്ട്. എന്നിട്ട് ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ടാവും അദ്ദേഹം കൈലാസവർണ്ണന നടത്തിയിട്ടുണ്ടാവുക. ഏതായാലും അങ്ങനെയൊക്കെയുള്ള കൈലാസത്തിൽ അവർ ചെന്നപ്പോൾ അവിടെ കാണുന്ന രംഗം അതല്ലേ അത്ഭുതം. തസ്മിൻ മഹായോഗമയേ മുമുക്ഷൂ ശരണേ സുരാ ദദുശൂ ശിവമാസീനം തെക്വാമർഷമിവന്തകം. ആരെ കാണണോ? പരമശിവൻ ധ്യാനനിരതനായിട്ടിരിക്കുന്ന ആ മഹാഭഗവാനെ അവർ കണ്ടു എന്നാണ്. എങ്ങനെ ഇരിക്കുന്നത് ഭഗവാൻ? അതല്ലേ രസം. ഉപവിഷ്ടം ദർഭമയ്യാം ബ്രസ്യാം ബ്രഹ്മസനാതനം നാരദായ പ്രവോചന്തം പൃച്ഛതേ ശൃണ്ണതം സദം. നാരദ മഹർഷിക്ക് ഭാഗവത തത്വമായിരിക്കുന്ന ബ്രഹ്മസനാതനം പരമമായ സത്യത്തെ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ് പരമശിവൻ. അതായത് സതീദേവി ശരീരം ഉപേക്ഷിച്ചതിൻ്റെ വേദന അല്പം പോലും എവിടെ ഇല്ല? മനസ്സിലില്ല. നോക്കൂ, ആ ആറ്റിറ്റ്യൂഡ് നോക്കൂ നിങ്ങൾ. തൻ്റെ ഭാര്യ മരിച്ചതിൻ്റെ ഒരു വിഷമവും മനസ്സിൽ കാണിക്കാതെ ഭാഗവത തത്വത്തെ നാരദ മഹർഷിക്ക് ഉപദേശിച്ചു കൊടുക്കുന്ന രൂപത്തിലാണ് ദേവന്മാർ ആരെ കാണുന്നത്. ഇതൊക്കെയാണ് ഭാരതത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത്. അവരിലൊന്നും ജീവിതത്തിലുണ്ടല്ലോ ഒരു വിഷമവും അവരാരും ഏറ്റിക്കൊണ്ട് നടന്നിട്ടില്ല. ഒരു സംഭവം കഴിഞ്ഞു ഉടനെ അതിൽ നിന്നും മനസ്സിനെ വേർതിരിക്കാൻ
അവർക്കെല്ലാം സാധിച്ചിട്ടുണ്ട്. ഇതൊക്കെ പറയാനാണ് ഭാഗവതം പറയുന്നത്. ഇപ്രകാരം കണ്ടതും അവരൊക്കെ ചെല്ലണു, നമസ്കരിക്കണു, ഭഗവാനെ സ്തുതിക്കുന്നു. ഭഗവാനെ ബ്രഹ്മാവ് തന്നെ ആദ്യം സ്തുതിച്ചു. ജാനേ ത്വമീശം വിശ്വസ്യ ജഗതോ യോനി ബീജയോ ശക്തേ ശിവസ്യ ചവരം യത്തൽ ബ്രഹ്മ നിരന്തരം ത്വമേവ ഭഗവന്നേത ശിവശക്തിയോ സ്വരൂപയോ വിശ്വം സൃജതി പാൽസസ്യ ക്രീഡന്നോർണ പഠോ യഥാ. ഭഗവാനെ അവളിൽ നിന്ന് പ്രകടമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിലെ ഓരോ കണ്ണികളായിരിക്കുന്ന ഞങ്ങൾ അങ്ങയുടെ മഹത്വം മനസ്സിലാക്കാതെ ചില അവിവേകങ്ങളൊക്കെ കാണിച്ചു. അതുകൊണ്ട് ഞങ്ങളോട് ക്ഷമിക്കണമേ. പവാം തുപും സപരമസ്യമായ ദുരന്തയാ സൃഷ്ടമതിൽ സമുദ്രൽ തയാ ഹദാത്മസ്വത് കർമ്മചേത സ്വനുഗ്രഹം കർത്തമിഹാർഹസി പ്രഭോ. ഭഗവാനെ ഞങ്ങളോട് കാരുണ്യം കാണിക്കണമേ. ഞങ്ങൾ അവിടുത്തെ പാർഷദന്മാർ കുറേ ഞങ്ങളുടെ ആളുകളെയൊക്കെ ഒരുപാട് അപകടത്തിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളെയൊക്കെ ഒന്ന് രക്ഷിക്കണം. ആ യാഗം പൂർത്തീകരിക്കാൻ അവിടെ നിന്ന് അനുഗ്രഹിക്കണം. കുർവദ്ദരോസ്യോധരണം ഹതസ്യപോ ത്വയാ സമാപ്തസ്യ മനോ പ്രജാപതേ നയത്ര ഭാഗം തവ ഭാഗിനോ ദദോ കുയജ്ജിനോ യേ നമകോ നിനീയതേ. ഭഗവാനെ ഇനി അങ്ങയുടെ നേതൃത്വത്തിൽ വേണം ആ യാഗത്തെ പരിപൂർണമാക്കാൻ. അതുകൊണ്ട് അവിടുന്ന് അങ്ങോട്ട് തയ്യാറായി ഞങ്ങളുടെ കൂടെ വരണം. ഇനി മേലാൽ ഇവിടുത്തെ രുദ്രഭാഗമില്ലാതെ അങ്ങയില്ലാതെ ഒരു യാഗവും ഇവിടെ നടക്കാതിരിക്കട്ടെ. യേഷതേ രുദ്രഭഗോസ്തു യദുചിഷ്ടോധരസ്യ വൈ യജ്ഞസ്ഥേ രുദ്രഭാഗേന കൽപ്പതാ മധ്യ യജ്ഞഹൻ. അങ്ങ് തന്നെ യജ്ഞത്തിൻ്റെ സ്വരൂപൻ എന്നുറക്കം നിശ്ചയിച്ചുകൊണ്ട് ആ ഭഗവാൻ പരമശിവനെയും കൂട്ടിക്കൊണ്ട് അവരവിടെ നിന്ന് എവിടെയാണോ യാഗം നടക്കുന്നത് അങ്ങോട്ട് പുറപ്പെട്ടു എന്നാണ്. എന്നിട്ടോ അവിടെ യാഗം നടക്കുന്ന സമയത്ത് ഇനി ഇവർക്കൊക്കെ ഓരോന്നിനും കൊടുക്കണമല്ലോ. യാഗം ചെയ്യുന്ന ആൾക്കാരല്ലേ. ഇങ്ങോർക്ക് താടിയില്ല, ദീക്ഷ ഭരിച്ച ആളാണ്. ആർക്ക്? ഭൃഗുവിന്. എവിടുന്ന താടി എടുത്തു കൊടുക്കുക? അപ്പം നോക്കുമ്പോണ്ട് ആടിന് ലേശം താടി ഉണ്ടാവുമല്ലോ. ഈ ആടിൻ്റെ താടി എടുത്തിട്ട് ഫെവിക്കോളാണോ എന്തോ അറിയില്ല ഒട്ടിച്ചു വെച്ചു. അവിടെ സംഗതി അവിടെ പിടിപ്പിച്ചു. അങ്ങനെ അന്നത്തെ ഓപ്പറേഷനൊക്കെ അങ്ങനെയായിരുന്നു. ഇങ്ങോട്ടേക്ക് പല്ലിനി എവിടെ നിന്നും കൊടുക്കാൻ പറ്റില്ല, ആടിൻ്റെ പല്ലെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് പറഞ്ഞു തൽക്കാലത്തേക്ക് ഒരു കാര്യം ചെയ്യൂ, കഞ്ഞി കുടിച്ചാൽ മതി എന്ന്. അതൊക്കെ ഭക്ഷണം അങ്ങനെ പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ ഓരോരുത്തർക്കും കണ്ണുള്ള ആൾക്ക് എന്താണ് കണ്ണ് വെച്ചു കൊടുത്തു, ഒരു തൽക്കാലത്തേക്കൊരു കണ്ണ്. എന്നിട്ടോ ഈ ചങ്ങാതിക്ക് ഇനി തല വെച്ചു കൊടുക്കണമല്ലോ. സന്തതു കസ്യകായേന സവനീയ വശോശിര. അയാൾക്ക് എവിടുന്ന് കൊടുത്തു? ആടിൻ്റെ തല എടുത്തിട്ട് അത് അദ്ദേഹത്തിനും വെച്ചു കൊടുത്തു. ആർക്ക്? ദക്ഷിണ. എങ്ങനെയുണ്ടെന്ന് വെച്ചപ്പം വെരി വെരി ഗുഡ്, നന്നായിട്ടുണ്ട്. ആടങ്ങനെയാണല്ലോ ശബ്ദം ഉണ്ടാക്കുക. അങ്ങനെയൊക്കെ അദ്ദേഹം വളരെ സന്തോഷമായി. പിന്നെ എല്ലാവരും കൂടി ചേർന്ന് ആ ഭഗവാനെ അങ്ങോട്ട് സ്തുതിക്കുകയാണ്. ആദ്യം തന്നെ ദക്ഷൻ ഭൂയാനനുഗ്രഹവോ ഭവതാ കൃതോ മേ ദണ്ഡസ്തയാമയി ധൃതോ യദഭിപ്രലബ്ധ ന ബ്രഹ്മബന്ധുഷു ച വാംഭവന്നവജ്ഞാം തുഭ്യം ഹരേശ്ച കുതയേ വദബ്രദേശു. ഭഗവാനെ വലിയൊരു അവിവേകം ഞാൻ കാണിച്ചു. ഇപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ മിസ്റ്റേക്ക്. ഞാൻ ചെയ്ത തെറ്റിനെ ഞാൻ അപരാധം പറയുന്നു. ഇനി എന്നെ അനുഗ്രഹിക്കണമേ ഭഗവാനെ, ഞാൻ വലിയൊരു തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ഇപ്പോൾ എനിക്ക് മനസ്സിലായി.